ബില്ലുകളിൽ തീരുമാനമെടുക്കാൻ ഗവർണർമാർക്കും രാഷ്ട്രപതിക്കും സമയക്രമം നിർദ്ദേശിച്ച സുപ്രീം കോടതി വിധിക്കെതിരെ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം പുനഃപരിശോധന ഹർജി നൽകിയേക്കാനുള്ള സാധ്യതകൾ വർദ്ധിച്ചു വരികയാണ്. ഗവർണർമാർക്കും രാഷ്ട്രപതിക്കും ഭരണഘടനാ പരിരക്ഷയുണ്ട്. തങ്ങളുടെ തീരുമാനങ്ങൾ സംബന്ധിച്ച് കോടതിയിൽ മറുപടി നൽകാൻ അവർക്ക് ബാധ്യതയില്ല. എന്നിരിക്കെ സുപ്രീം കോടതി സമയക്രമം നിശ്ചയിച്ചത് ഭരണഘടനാ വിരുദ്ധമാണെന്ന വാദമാകും കേന്ദ്രം ഉയർത്തുക. ഇത്രയും വലിയ ഭരണഘടനാ വ്യാഖ്യാനം നടത്തേണ്ടത് രണ്ടംഗ ബെഞ്ച് അല്ലായിരുന്നുവെന്ന വാദങ്ങളും ഉയരുന്നുണ്ട്. അതിനാൽ വിഷയം ഭരണഘടനാ ബെഞ്ചിന് വിടണമെന്ന വാദവും കേന്ദ്രം ഉയർത്തുന്നുണ്ട്. വിധി പറഞ്ഞ ബെഞ്ച് തന്നെയാണ് പുനഃപരിശോധനാ ഹർജിയും പരിഗണിക്കുക. സാധാരണയായി ജഡ്ജിമാർ അവരുടെ ചേംബറിൽ തന്നെ പരിശോധിക്കുകയാണ് പതിവ്. അതേസമയം പുനഃപരിശോധനാ ഹർജി തുറന്ന കോടതിയിൽ പരിഗണിച്ച് വാദം കേൾക്കണമെന്ന ആവശ്യവും ഉന്നയിക്കാറുണ്ട്. ചില സാഹചര്യങ്ങളിൽ അനുവദിക്കുകയും ചെയ്യും. പുനഃപരിശോധനാ ഹർജി നൽകുന്നെങ്കിൽ തുറന്ന കോടതിയിൽ കേൾക്കാനുള്ള അപേക്ഷയും കേന്ദ്രം നൽകാനാണ് സാധ്യതകളേറെ. എന്തു കാരണം കൊണ്ടായാലും ഗവർണർമാർ ബില്ലുകളിൽ തീരുമാനമെടുക്കാൻ വിമുഖതയോ അലസതയോ കാണിക്കുന്നത് സർക്കാരിന്റെ പ്രവർത്തനങ്ങളെ ഗുരുതരമായി ബാധിക്കുന്നുവെന്നും സുപ്രീം കോടതി അറിയിച്ചു. ഗവർണർ ബോധപൂർവമോ അല്ലാതെയോ ഭരണത്തിന് തടസ്സം നിന്നാൽ അടുത്ത തിരഞ്ഞെടുപ്പിൽ സംസ്ഥാന സർക്കാരിനെ അത് ബാധിക്കാനുള്ള സാധ്യതകളും വർദ്ധിക്കും. കേന്ദ്രത്തിലും സംസ്ഥാനത്തിലും വെവ്വേറെ പാർട്ടികളാണ് ഭരിക്കുന്നതെങ്കിൽ പ്രശ്നം രൂക്ഷമാകുന്നതിൽ പക്ഷപാതരഹിതമായ പ്രവർത്തിക്കാൻ ഗവർണർമാർ ജാഗ്രത പുലർത്തണമെന്നും സുപ്രീം കോടതി വിധി പറയുന്നു. 10 ബില്ലുകൾ തടഞ്ഞുവെച്ച തമിഴ്നാട് ഗവർണറുടെ തീരുമാനം നിയമവിരുദ്ധമാണെന്ന് പ്രഖ്യാപിച്ച വിധിന്യായത്തിലാണ് കോടതി ഇക്കാര്യം വിശദീകരിക്കുന്നത്. ബില്ലുകൾക്ക് അനുമതി നൽകുന്നതിലോ രാഷ്ട്രപതിയാക്കുന്നതിലോ ഗവർണറുടെ ഭാഗത്തു നിന്നും ബോധപൂർവമായ നിഷ്ക്രിയത്വമുണ്ടായാൽ അത് ഫെഡറൽ തത്വങ്ങൾക്ക് ഗുരുതരമായ ഭീഷണിയാകും. ഗവർണർ തീരുമാനമെടുക്കാതിരിക്കുന്ന സാഹചര്യത്തിൽ സംസ്ഥാനങ്ങൾക്ക് പോംവഴികളില്ലാതാവരുത്, സുപ്രീം കോടതി പറയുന്നു. കേന്ദ്രവും സംസ്ഥാനവും വെവ്വേറെ പാർട്ടികളാണ് ഭരിക്കുന്നതെങ്കിൽ ഗവർണർ ജാഗ്രത പുലർത്തേണ്ടതും അത്യാവശ്യമാണെന്ന് കോടതി ഊന്നി പറയുന്നു.